ശ്രീമതി സ്മൃതി എന്താ പറഞ്ഞുറപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടില്ല എന്ന് പറയും. നിരീക്ഷിക്കാനിരിക്കുകയാണല്ലോ. നിരീക്ഷിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ രാജിവെക്കേണ്ടത്? ഭാവിയിൽ ഒരു നിരീക്ഷണം വരാൻ സാധ്യതയുണ്ട്, എന്നാലങ്ങ് രാജിവെച്ചേക്കാം. ഇനി ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ചിത്രം വെച്ച് ചർച്ച ചെയ്യാം. തയ്യാറുണ്ടോ? ചിത്രം തന്നെ വെച്ച് ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പ്രതിനിധികൾ പറഞ്ഞത് ചിത്രം പ്രസക്തമല്ലെന്നാണ്. ചിത്രം വെച്ച് ചർച്ച ചെയ്യാം. ചിത്രം വെച്ച് ചർച്ച ചെയ്യുമ്പോൾ പോറ്റിയുടെ വീട്ടിൽ ചടങ്ങിന് എന്ന കടകംപള്ളി എസ്കോർട്ട് ഉണ്ട്, പോലീസിൻ്റെ വിഭാഗങ്ങളുണ്ട്, ഗൺമാനുണ്ട്, നാട്ടുകാരുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ചടങ്ങിന് എന്ന കടകംപള്ളിയാണ്. അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്നയാൾ, ദേവസ്വം ബോർഡിലെ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരാൾ. അന്ന് അയാൾ അങ്ങനെ അറിയപ്പെടുന്നത്, അല്ലാതെ മോഷണം നടത്തിയ ആളെന്ന തരത്തിൽ നമ്മുടെ ആരുടെയും മുമ്പിലില്ലല്ലോ. നിങ്ങളുടെയും മുമ്പിലില്ല, നമ്മളുടെ ആരുടെയും മുമ്പിലില്ല. അപ്പോൾ ദേവസ്വം മന്ത്രിയെ വീട്ടിലെ ഒരു ചടങ്ങിന് ക്ഷണിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജില്ല കൂടിയാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയിലുമാണ്. അതായത് ഈ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലം കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. വെഞ്ഞാറമൂടിന് അടുത്തുള്ള സ്ഥലമാണ് കാരേറ്റ്. ആ കാരേറ്റ് വഴിയാണ് അദ്ദേഹം പോകാറുള്ളത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് കൃത്യമായി വിശദീകരണം നൽകി. പക്ഷേ വിശദീകരണം നൽകാത്തൊരു വലിയ ചിത്രം കിടക്കുകയാണല്ലോ ശ്രീമതി സ്മൃതി. ആ ചിത്രത്തെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? അത് വെറും ചിത്രമാണോ? ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ത്രിമൂർത്തികൾ എന്ന കൊള്ളക്കാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ഭണ്ഡാരി, ഈ 3 പേരും കൂടെ ഒരു ഫ്രെയിമിൽ വരണമെങ്കിൽ അത് പർപ്പസായ ഒരു യാത്രയല്ലേ? അത് പ്ലാൻ ചെയ്തൊരു യാത്രയല്ലേ?